പുരുഷന്മാരിൽ രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് എണീക്കുക. ഇനി മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാക്കി നിൽക്കുന്ന പോലെ ഒരു ഫുള്ളായിട്ട് മൂത്രം പോയതുപോലെ ഒരു ഫീലിംഗ് ഇല്ലാത്തത് പലപ്പോഴായിട്ടും ഇതൊരു ഏജ് കാരണമാണ്, പ്രായമാകുന്നതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കാറുണ്ട്. എന്നാൽ ഇത് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലായ്പ്പോഴും ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി തന്നെ ആവശ്യമില്ല. പലപ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ ഭക്ഷണ രീതിയിലും അതേപോലെ തന്നെ നാച്ചുറൽ മെഡിസിൻസ് ഒക്കെ വെച്ച് ഇത് ശരിയാക്കി എടുക്കാവുന്ന ഒന്നാണ്. ഇത് ഒരു അസുഖമല്ല, ഒരു ശരീരത്തിൻ്റെ അവസ്ഥയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെക്കുറിച്ചാണ്. അത് കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മൂത്രനാളത്തിന് ചുറ്റുമുള്ള ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി പ്രായം ആകുന്നതോടുകൂടി, ഏജ് കൂടുന്നതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ DHT എന്ന് പറഞ്ഞ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ട് മാറും. ഇങ്ങനെ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരുന്നത്. ഇത് മൂത്രനാളത്തിന് ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ആ വീക്കം ഉണ്ടാവുന്ന സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സമുണ്ടാവുക, ആ ഫ്ലോ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണമായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ടാണ്. BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി പലപ്പോഴും ഇത് അതിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതാണ്. അതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്കത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്താണെന്നുള്ളതൊക്കെ തന്നെ ഡയഗ്നോസ് ചെയ്യാം. പക്ഷേ 90% പുരുഷന്മാരിലും ഇതൊരു ബിനൈൻ സ്റ്റേറ്റ്, അതായത് ആ ഒരു നീർക്കെട്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നാണ്. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടോ, അതിൻ്റെ വോള്യൂം എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് ഇത് നോക്കാനായിട്ട് പറ്റും. ചിലരിൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സാമിനേഷൻ വഴിയും നമുക്ക് ഇതിൻ്റെ ആ ഒരു വീക്കം എത്രത്തോളം ഉണ്ട് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ പുരുഷന്മാരിൽ ഈ ഒരു DHT എന്ന് പറഞ്ഞ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ കൺവേർഷൻ, ഇതാണ് പലരിലും ആണുങ്ങളിലെ ബാൾനെസ്, കഷണ്ടി വരാനായിട്ടുള്ള മെയിൻ കാരണം ഈ ഒരു DHT കൺവേർഷനാണ്. DHT കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കൊഴുപ്പ് അധികം അടിഞ്ഞുകൂടുന്നത്, മെറ്റബോളിസം കുറയുന്നത്, ഹെയർ ലോസ് കൂടുതലായിട്ട് വരുന്നതെല്ലാം DHTയുടെ ഒരു ഭാഗമായിട്ടാണ്. ഈ DHTനെ ബ്ലോക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഫുഡുകൾ, ഭക്ഷണങ്ങൾ നമ്മുടെ ദിവസം ഉള്ള ഭക്ഷണശൈലിയിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ BPH എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ, കംപ്ലീറ്റ് ആയിട്ട് പോവാത്ത പോലെ, രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണരാം. അപ്പോൾ ഇത് ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോർമലാണ് താനും. എന്നാലും ഇങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നുണ്ട്. ഇത് പ്രായമാകുന്നതിൻ്റെ ഭാഗമാകാം എന്ന് പല പുരുഷന്മാരും ഇത് പുറത്ത് പറയാനും മടിക്കാറുണ്ട്. അതിനൊരു ടെസ്റ്റൊന്നും വേണ്ട എന്ന് വിചാരിക്കാറുണ്ട്. നമുക്കിത് ബ്ലഡ് ടെസ്റ്റ് വഴി ഇതിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് PSA ടെസ്റ്റ് ഉണ്ട്, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. അതുവഴി നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലുള്ള സ്കാൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട്, നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് റെക്ടൽ എക്സാമിനേഷൻ വഴി ഇത് ചെയ്യാനായിട്ട് പറ്റും. അന്നനാളത്തിൻ്റെ അവസാന ഭാഗം, ആ റെക്ടൽ ഭാഗത്തിൽ ചിലർ പെർ റെക്ടൽ എക്സാമിനേഷൻ വെച്ച് അങ്ങനെ ചെയ്ത് നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ PSA എന്ന് പറഞ്ഞ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, ആ ഒരു ടെസ്റ്റും എടുത്ത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോസ്റ്റ് വോയിഡൽ യൂറിൻ എന്ന് പറയും. അതായത് നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്കാൻ എടുത്ത് നോക്കാം, എന്നിട്ട് മൂത്രസഞ്ചിയിലും മൂത്രം ബാക്കി കെട്ടിക്കിടന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഈ ഒരു BPH എന്ന് പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കൺവേർഷൻ വരുന്നുണ്ട്, ടെസ്റ്റോസ്റ്റിറോണിൽ നിന്നും ഈ ഒരു കൺവേർഷൻ വരുന്നുണ്ട്, അതാണ് മെയിൻ കാരണമെന്ന്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആദ്യം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ പംകിൻ സീഡ് എന്ന് പറഞ്ഞ മത്തൻ്റെ വിത്തുകൾ. ഇതിൽ സിങ്ക് കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കൺവേർഷൻ ആവുന്നുണ്ടല്ലോ, ടെസ്റ്റോസ്റ്റിറോൺ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു എൻസൈമിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ പംകിൻ സീഡ്സ് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ പംകിൻ സീഡ്സ്, ഈ മത്തൻ്റെ വിത്ത് പൊടിച്ചിട്ടും എടുക്കാം, അല്ലെങ്കിൽ ആ വിത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും
നമുക്ക് റെഗുലറായിട്ട് എടുക്കാം. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവാണ്. അടുത്ത് വരുന്നത് ലൈക്കോപ്പിൻ കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. ഈ ലൈക്കോപ്പിൻ കണ്ടന്റിൽ ആദ്യം വരുന്നത് തക്കാളിയാണ്. അപ്പോൾ നന്നായി വേവിച്ച തക്കാളിയിൽ ലൈക്കോപ്പിൻ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു വീക്കത്തിനെ തടയും. മാത്രമല്ല നമ്മുടെ ആ ഒരു പെൽവിക് മസിൽസിലോട്ടും അവിടേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ ലൈക്കോപ്പിൻ കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ള തക്കാളി. ഈ ലൈക്കോപ്പിൻ തക്കാളിയിൽ മാത്രമാണ് അധികം അടങ്ങിയിട്ടുള്ളത്. അതിൽ മാത്രമല്ല നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറഞ്ഞ വാട്ടർമെലൻ, അതിൻ്റെ ആ ഒരു ഉൾഭാഗം, ചുവന്ന ഭാഗം അല്ലാണ്ട് അതിൻ്റെ ഒരു ഉള്ളിലത്തെ വെളുത്ത ഭാഗത്തിൽ കൂടുതൽ സിട്രിൻ കണ്ടന്റ് അധികം അടങ്ങിയിട്ടുണ്ട്. ഇതിലും ലൈക്കോപ്പിൻ്റെ ഒരു ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് രക്തയോട്ടം കൂട്ടാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. BPH ഉള്ളവർക്ക് അതും റെഗുലറായിട്ട് എടുക്കാവുന്ന ഒന്നാണ്. മൂന്നാമത്, സ്ഥിരമായിട്ട് ഇരിക്കുന്നവർ, ഒരുപാട് നേരം ഇരുത്തം മാത്രം ജോലിയായിട്ടുള്ളവർക്ക് പെൽവിക് മസിൽസിലോട്ടുള്ള ആ ഒരു രക്തയോട്ടം ഒരുപാട് കുറഞ്ഞു വരും. അപ്പോൾ ഓരോ മണിക്കൂറിനും എണീറ്റ് ചെറുതായിട്ടൊന്ന് നടന്നിട്ട് തിരിച്ച് വന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും മൂവ്മെൻറ്റിലാവുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. സോ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദിവസവും വാക്കിംഗ് ആണ്. ദിവസവും നടത്തം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും എണീറ്റ് നടന്നിട്ട് തിരിച്ച് വന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ BPH അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് അവരുടെ ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സോ പാൽമെറ്റോ, ഒരു ഹെർബൽ ടീ ആണ്. സോ പാൽമെറ്റോ സപ്ലിമെൻറ്റ്. ഇത് വളരെ ഇഫക്റ്റീവാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ശരീരത്തിൽ ഈ ടെസ്റ്റോസ്റ്റിറോണിനെ DHT ആക്കിയിട്ടുള്ള കൺവേർഷൻ അത് കംപ്ലീറ്റ് തടയും. അതുകൊണ്ട് തന്നെ വീക്കമുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ലെവൽ പരമാവധി കുറഞ്ഞു വരും. BPHൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ചുരുങ്ങി വരും. അതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് മൂത്രതടസ്സം, പിന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷവും പോണം എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ തന്നെ പരമാവധി കുറച്ച് വരാനായിട്ട് ഈ ഒരു ഹെർബൽ സപ്ലിമെൻറ്റ് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഞ്ചാമത് നിങ്ങൾ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് കീഗിൾ എക്സസൈസ്, അതായത് പെൽവിക് ഫ്ലോർ എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അതേപോലെ അതിൻ്റെ ലക്ഷണം കുറയ്ക്കാനായിട്ട്. അപ്പോൾ കീഗിൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ മൂത്രം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂത്രം ഒഴിക്കുന്ന ടൈമിൽ നമ്മൾ പിടിച്ചു വെക്കാനായിട്ട് നമ്മളൊരു ഹോൾഡ് ചെയ്യില്ലേ, അതുപോലെ നമ്മളൊരു 5 to 10 seconds ഹോൾഡ് ചെയ്യുക, പിന്നെ റിലീസ് ചെയ്യുക. ഈ എക്സസൈസ് ചെയ്യേണ്ടത് എപ്പോഴും മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം, മൂത്രവിസർജനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അത് ഇരുന്നു കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഒരു ദിവസം 10-15 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് പെൽവിക് മസിൽസ്, അവിടുത്തെ മസിൽസ് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം ഇഫക്റ്റീവ് ആവും. അതേപോലെ രാത്രി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു മൂത്രം ഒഴിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം രാത്രി നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. എപ്പോഴും അത് BPHൻ്റെ ലക്ഷണം തന്നെ ആവണമെന്നില്ല. രാത്രി 7 മണി കഴിഞ്ഞിട്ട് പരമാവധി ജലാംശത്തിൻ്റെ അളവ് എടുക്കുന്നത് കുറയ്ക്കുക. കാരണം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് യൂറിനേറ്റ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രീക്വൻസി കുറയും. എന്നാൽ കിടക്കുന്ന ടൈമിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക, ഇത് തീർച്ചയായിട്ടും യൂറിൻ്റെ ഔട്ട്പുട്ട് കൂട്ടും. അപ്പോൾ നമ്മൾ കിടന്നു കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഉണരേണ്ട ആവശ്യം വരും. അതേപോലെ രാത്രി മൂത്രമൊഴിക്കാനുള്ള ഹാബിറ്റ് എന്ന് പറയുന്നത്, പോളിയൂറിയ എന്ന് പറയുന്നത് ഡയബറ്റീസിൻ്റെ കൂടെ ഒരു സിംറ്റമാണ്, പ്രമേഹത്തിൻ്റെ സിംറ്റമാണ്. അതുകൊണ്ട് നിങ്ങളുടെ HbA1c കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഷുഗർ ലെവലും നോർമലാണോ എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇല്ല, ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകേണ്ട ഒരു സിറ്റുവേഷനും, അതായത് പോയതിന് ശേഷം ഒരു എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് BPHൻ്റെ ലക്ഷണമാണ്. അതിന് എന്തൊക്കെ ടെസ്റ്റുകൾ എടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിലരിൽ എമർജൻസി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വരും. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൂത്രത്തിൽ കൂടുതലായിട്ടും രക്തം കണ്ടുവരാം, അതിൻ്റെ കൂടെ പനി, വിറയൽ അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള ക്ഷീണം, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ട്, ശരീരഭാരം കുറഞ്ഞു വരുന്നുണ്ട്, രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്, അമിതമായിട്ടുള്ള ക്ഷീണം, എന്നും ഭയങ്കര ഉഷാറായിട്ട് ജോലികൾ ചെയ്തിരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു 1-2 ആഴ്ച കൊണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBC ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ടെസ്റ്റുകൾ, PSA ടെസ്റ്റുകൾ ചെയ്യണം. അതേപോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ഭക്ഷണ രീതികൾ മാത്രം അല്ലെങ്കിൽ എക്സസൈസ് മാത്രം ചെയ്തത് കൊണ്ട് ആയില്ല. അപ്പോൾ ഈ ഒരു BPH എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, ഇതൊരു ശരീരത്തിൽ വരുന്ന ചെറിയൊരു മാറ്റമാണ്. പ്രായമാകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ കാണുവരുന്നൊരു മാറ്റമാണ്. അല്ലാതെ ഇത് ഒരു മാരാരോഗമല്ല. എപ്പോഴും ഇതിന് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. ചിലപ്പോൾ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജസിൽ ഇതിന് നമുക്ക് നാച്ചുറൽ
റെമഡീസ് കൊണ്ട് തന്നെ, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകൾ കൊണ്ട് തന്നെ, ഈ എക്സസൈസും ഭക്ഷണശൈലികളും മാറ്റിക്കൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ കൊണ്ട് BPH എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് നമ്മൾ സബൽ സെറുലേറ്റ എന്ന് പറഞ്ഞ ടിഞ്ചറൊക്കെ യൂഷ്വലി കൊടുക്കാറുണ്ട്. നല്ല ഇഫക്റ്റീവാണ്. അതേപോലെ തന്നെ കൊണിമാക്ക് എന്ന് പറഞ്ഞ മെഡിസിൻസ് പൊട്ടൻസിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് ഓരോ പേഷ്യൻറ്റിനും അതതിൻ്റെതായ പൊട്ടൻസീസും കാര്യങ്ങളും ഡിഫറെൻ്റ് ഉണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരേപോലെ അല്ല പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുക. അത് വളരെ ഇഫക്റ്റീവുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. പലപ്പോഴും പുരുഷന്മാരുടെ ആരോഗ്യം അതൊരു നിസ്സാരമാക്കി വിടാറുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പലരിലും ഷെയർ ചെയ്യാനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.